എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സജയൻ്റെ ഉദ്ദേശവും കാര്യങ്ങളും ഒക്കെ ഗൗതം പറയുന്നുണ്ട് അരുണിനോട്. അതിനുശേഷം അരുൺ പറയുന്നുണ്ട്, ഏതായാലും എൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, വെട്ടിക്കൂട്ടി കൊല്ലും ഞാൻ അവനെ എന്നൊക്കെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട്, നീ എടുത്തു ചാടരുത്, എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയും. എന്നിട്ട് ഗൗതം തന്നെ ഒരു പരിഹാരം പറയും. എന്നിട്ട് നന്ദിയോടും അരുണിനോടുമായിട്ട് പറയുന്നുണ്ട്, ആർക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാനും നടപ്പിലാക്കാനും. അതുകൊണ്ട് നീ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ 3 പേരല്ലാതെ വേറെ ആരും ഇതിനെപ്പറ്റി അറിയരുത് എന്ന് പറയും. അങ്ങനെ ചെയ്യാമെന്ന് 3 പേരോട് സമ്മതിക്കുക കേട്ടോ. ഈ സമയം ആകെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ സജയനും അതുപോലെ പവിത്രയുടെ അച്ഛനും. സജയൻ പറയുന്നുണ്ട്, ഏതായാലും അമ്മാവൻ്റെ മോളിൽ ബുദ്ധി കൊള്ളാം കേട്ടോ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നേരത്തെ അവിടെ പോയി പറഞ്ഞ് അവരെ അതൊരു കള്ളക്കഥയാണ് എന്ന് വിശ്വസിപ്പിച്ചല്ലോ, സമ്മതിക്കണം എന്ന് പറയുമ്പം രത്നാകരൻ പറയുന്നുണ്ട്, അതെൻ്റെ മോളിലെ ബുദ്ധിയൊന്നുമല്ല, അവൻ്റെ അരുണിൻ്റെ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും പവിത്രേനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. ഇനിയിപ്പം എനിക്കൊരു സംശയമുള്ളത് അരുണിനെയാണ്. അരുൺ പവിത്രേനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ വീട്ടിലുള്ളവരെ എതിർത്ത് അവളെ കൂടെ നിർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം രത്നാകരന് ഒരു സംശയം. അന്നേരം സജയൻ പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കത്തി പണിത് അമ്മാവൻ്റെ കയ്യിലേക്ക് വെച്ച് തരും, അവനെ പോയി കുത്തി അങ്ങ് കൊന്നേക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ കേസ് നടത്തിക്കോളാം എന്ന് പറയുവാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി വരണുണ്ട് കേട്ടോ രത്നാകരന്. ഏതായാലും ഇവർ ഇത്രയും സംസാരിച്ചിരിക്കുന്നതേക്കും മോഹിനിയുടെ ഫോൺ കോൾ വരുവാണ് രത്നാകരൻ്റെ ഫോണിലേക്ക്. ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും പറയും, ഞാനാണ് ഇന്ത്യവരത്തിൽ നിന്ന് മോഹിനി എന്ന് പറയുന്നതേക്കും സജയൻ പറയും സ്പീക്കറിലിടാൻ. അങ്ങനെ സ്പീക്കറിലിടുവാണ്. അന്നേരം മോഹിനി പറയുന്നത് ഇങ്ങനെയാണ്, ഏതായാലും നിങ്ങളുടെ മോളെ ഇനി ഇവിടെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് നാളെ തന്നെ വന്ന് നിങ്ങൾ നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ടുപോക്കോ എന്ന് പറയുക. അന്നേരം രത്നാകരൻ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ അവളെ അവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. ഇത്ര കാലം ആ വീട്ടിൽ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ടാണ് അവൾ കഴിഞ്ഞത്. അതിനുള്ള നഷ്ടപരിഹാരം കൊടുത്തേ അവളെ വിടാൻ പറ്റുള്ളൂ, അങ്ങനെയേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നാട്ടിലെ നിയമം മൊത്തം പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അനുകൂലമാണ് എന്നൊരു അഹങ്കാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ മകൾ എൻ്റെ മകനെ ചതിച്ചാണ് വിവാഹം കഴിച്ചത് എന്ന് ഞങ്ങളൊരു കേസ് അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ടി വരുമെന്ന് മോഹിനി പറയുക. അന്നേരം സജയൻ തർക്കിക്കാനൊന്നും പോകണ്ട, ഫോം വെച്ചേരേ എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ നാളെ വന്നോളാം, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിഞ്ഞ് രത്നാകരന് ഒരു ഭയങ്കര സങ്കടം. കാരണം ഇതിൻ്റെ പേരിൽ കുറേ നഷ്ടപരിഹാരം അവിടുന്ന് മേടിച്ചെടുക്കാമെന്ന് ഓർത്തിരുന്ന അത് നഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം സജയൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, പവിത്ര എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവളുമായിട്ട് ദുബായിക്ക് പോകില്ലേ എന്ന് ചോദിക്കും. അന്നേരം രത്നാകരൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ തന്നേക്കണം എന്ന് പറയുമ്പം ഉറപ്പായിട്ടും തരും എന്ന് പറയും. എന്നിട്ട് മനസ്സിൽ സജയൻ ഇങ്ങനെ ഓർക്കുവാണ്, എടോ പന്നക്കിളവാ, തനിക്ക് ഞാൻ തരുന്നുണ്ട്, മോന്തക്കെട്ട് 2 അടിയും നടുവിനൊരു ചവിട്ടും, അല്ലാതെ പൈസയല്ല എന്ന് സജയൻ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അവിടെ എല്ലാം പവിത്രേനെ അന്വേഷിച്ച് നടക്കുവാണ്. അരുൺ കണ്ടില്ല. അതുകൊണ്ട് നേരെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ മഹേശ്വരനും ലക്ഷ്മിയൊക്കെ ഉണ്ട് കേട്ടോ. അവരോട് പറയും, പവിത്ര ഈ വീട്ടിലൊന്നും കണ്ടില്ല, ഞാൻ കുറേ നേരമായി വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹേശ്വരൻ പറയും, നീ നന്നായിട്ടൊന്ന് നോക്കുക, അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയും. അന്നേരം അരുൺ പറയുന്നുണ്ട്, ഇതെന്താ വല്ല ബുക്കോ പേപ്പറോ വല്ലതും ആണോ, നന്നായിട്ട് നോക്കാനാ, ജീവനുള്ള മനുഷ്യനല്ലേ, ഞാൻ വിളിക്കുന്നത് അവൾക്ക് കേൾക്കത്തില്ലേ ഇവിടെ ഉണ്ടെങ്കിൽ, ഇതിനർത്ഥം അവൾ ഈ വീട്ടിലില്ലെന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, അവളെവിടെ പോകാനാടാ, ഇവിടെ തന്നെ കാണും എന്ന് പറയും. അന്നേരം ഇവിടെ ഇല്ലെന്നേ എന്ന് പറയുവാണ്. അന്നേക്കും അങ്ങോട്ടേക്ക് മോഹിനിയും നന്ദിയും ഒക്കെ വന്നുണ്ട്. അന്നേരം ലക്ഷ്മി ആകെ ടെൻഷനോടെ മോഹിനിയോട് പറയും, മോഹിനി നീ അറിഞ്ഞോ പവിത്ര ഇവിടെ ഇല്ലെന്ന്, ആകെ കുഴപ്പമായെന്ന് തോന്നി എന്ന് പറയുമ്പോഴത്തേക്കും മോഹിനി പറയുന്നുണ്ട്, എന്ത് കുഴപ്പമായെന്ന്, ആ മരണം തലേന്ന് അങ്ങ് ഒഴിഞ്ഞു പോയെന്ന് കരുതിയാൽ മതി എന്ന് പറയും. അന്നേരം അത് കേട്ടിട്ട് അരുൺ പറയുന്നുണ്ട്, അങ്ങനെ ആരും സമാധാനിക്കുമെന്നും വേണ്ട, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും എന്നെ ജീവനോട് കാണില്ല എന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ അവൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന്, അവളല്ലേ തെറ്റ് ചെയ്തത്, ഒരാളെ കല്യാണം കഴിച്ചു എന്നിട്ട് അത് മറച്ചു വെച്ച് വേറൊരാളെ കല്യാണം കഴിച്ച് ഇത്ര കാലം ഇവിടെ കഴിഞ്ഞു, എങ്ങനെയുള്ള അവൾക്ക് എന്ത് സംഭവിക്കാനാ, എവിടെ പോയാലും അവൾ 4 കാലം അങ്ങ് നിന്നോളും എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അരുൺ പറയുന്നുണ്ട്, അവളെൻ്റെ ഭാര്യയാണ്, അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഞാൻ അവളെ അന്വേഷിച്ച് ഇറങ്ങാൻ പോവാണ്, അവൾക്ക് എന്തെങ്കിലും
എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അരുൺ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അന്നേരം ലക്ഷ്മിക്കും അതുപോലെ മോഹിനിക്കൊക്കെ ചെറിയ ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ, പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നോർത്ത്. ഏതായാലും നന്ദ അവിടുന്ന് നേരെ വന്ന് പവിത്രയുടെ റൂമിലെല്ലാം നോക്കുവാണ്. ബാഗും സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സും ബാഗും എല്ലാം റൂമിൽ തന്നെയുണ്ട്, അതൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ മേശ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ലെറ്റർ കിട്ടുവാണ്. ആ ലെറ്ററുമായിട്ട് ഓടി ലക്ഷ്മിയുടെ അടുത്തോട്ട് വരും. ലക്ഷ്മി അത് നോക്കിയിട്ട് ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെടുവാണ്. അന്തേക്കും അങ്ങോട്ട് മോഹിനി വരും. മോഹിനിയുടെ കയ്യിലോട്ട് കൊടുക്കും. ദേ പവിത്ര ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയേക്കുന്നത്, എനിക്കിത് വായിച്ചിട്ട് പേടിയാവുക എന്നൊക്കെ പറയും. അന്നേരം എന്താ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് പറയാനൊന്നും പറ്റില്ല, നീ തന്നെ വായിച്ച് നോക്കുക എന്ന് പറയും. അങ്ങനെ മോഹിനി വായിക്കുമ്പം അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിച്ചു, നിങ്ങൾ എന്നെയും സ്നേഹിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ കാണിച്ചൊരു ബുദ്ധിമോശത്തിൻ്റെ പേരിലാണ് ചെറുപ്പത്തിൽ എനിക്ക് അയാളുടെ മുമ്പിൽ തലകുമ്പിട്ട് കൊടുക്കേണ്ടി വന്നത് താലി കെട്ടാൻ വേണ്ടി. അതല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ വേറൊരിടവും ഇല്ല. പിന്നെ എനിക്ക് പോകാനുള്ളത് മരണത്തിലേക്ക് മാത്രമാണ്. ആ സ്ഥലത്തേക്ക് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞാണ് ലെറ്റർ നിർത്തുന്നത്. അത് വായിച്ചു കഴിയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് മോഹിനിക്ക്. എന്നിട്ട് മോഹിനി പറയും, ഇതിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ, അവൾ തെറ്റ് ചെയ്തു, അതിൻ്റെ പരിഹാരമായിട്ട് അവൾ എന്തെങ്കിലും ചെയ്തെന്ന് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നും തീരുന്ന കേസല്ല. പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ കുടുങ്ങും, അതിന് യാതൊരു സംശയമില്ലെന്ന് പറയും. അന്തെങ്കിലും ടെൻഷൻ മോഹിനിക്ക്. അപ്പോൾ മോഹിനി ചോദിക്കും, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി ഇത് പരിഹരിക്കാൻ ഗൗതമോന് മാത്രമേ പറ്റുള്ളൂ, നീ പെട്ടെന്ന് ഗൗതത്തെ വിളിക്കുക എന്ന് നന്ദയോട് പറയും. അന്നേരം മോഹിനി കരയാൻ തുടങ്ങി. മോഹിനി പെട്ടെന്ന് ഗൗതത്തെ വിളിക്ക് നന്ദ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നോർത്ത് ടെൻഷനില്ല. ഏതായാലും പവിത്രയെ കയ്യിലോട്ട് കിട്ടുമെന്നറിഞ്ഞ സന്തോഷത്തിൽ സജയൻ മനുഷ്യക്കിടത്തിൻ്റെ ഭാഗമാണല്ലോ, അപ്പം പവിത്ര അങ്ങോട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് തന്നെ പവിത്രയെ കിട്ടും, ഞാൻ ഫോട്ടോ അയച്ച് തന്നല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുവാണ്. അന്തിക്കുമാണ് അങ്ങോട്ടേക്ക് ഉത്തമൻ വരുന്നത്. അപ്പോൾ ഉത്തമനോട് ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി, പവിത്രയുടെ കാര്യമൊക്കെ സെറ്റായിട്ടോ എന്ന് പറയും. അന്തേക്കും പുറകെ ഗൗതമും ഉണ്ടായിരുന്നു. ഗൗതം അതേതായാലും കലക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി വരിക. അന്തേക്കും സജയന് ചെറിയൊരു പരിങ്ങിലാണേ. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഞാൻ അരുണിൻ്റെ ചേട്ടനാണ് ഗൗതം IPS എന്ന് പറയും. അന്നേരം എനിക്ക് മനസ്സിലായി സാർ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പവിത്രയുടെ ആദ്യ ഭർത്താവാണ് ഞാൻ, എൻ്റെ ഭാര്യയാണ് അവൾ ശരിക്കും നിങ്ങളുടെ അനിയനെ പറ്റിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ആണോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഞാനൊരു പാവമാണ്, എനിക്ക് അവളെ വിട്ടു തരണം എന്ന് പറയുന്നതെങ്കിൽ കാരണം തീർത്തോർണം കൊടുക്കും. എന്നിട്ട് പറയും, നീ ശരിക്കും പാവമാണല്ലേ, എല്ലാ കാര്യങ്ങളും നീ തുറന്ന് എന്നോട് പറഞ്ഞാൽ ഞാനും പാവമായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എലി ഞാൻ വെള്ളമാക്കും. ഇപ്പം തന്നത് ഒരു സാമ്പിൾ മാത്രമാണ്, വെടിക്കെട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ എന്ന് പറയും. അന്നേരം എന്നെയൊന്നും ചെയ്യരുത്, കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയാമെന്ന് പറഞ്ഞാൽ സജയൻ എല്ലാം തുറന്നു പറയുവാണ്. സജയൻ അബദ്ധത്തിൽ പോയി പെട്ടതാണ് മനുഷ്യക്കിടത്തിൽ. അന്നേരമാണ് ഇങ്ങനെ പവിത്രയെപ്പറ്റി ചിന്തിച്ചത്. അപ്പോൾ എങ്ങനെയെങ്കിലും പവിത്രേനെ അതിലേക്ക് കൊണ്ടെത്തിക്കാം, കാശ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് കൂട്ടുനിന്നത് പവിത്രയുടെ അച്ഛനാണ്, അയാൾക്കാണ് എപ്പോഴും പണത്തിൻ്റെ ആവശ്യം, അയാളാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് സജയൻ. എന്നിട്ട് പറയാം, എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പം നിന്നെ വെറുതെ വിടാം, നിനക്ക് ആ ജീവനാന്ത കാലം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ഗൗതം പറയുന്നുണ്ട്. പിന്നെ ഇന്ദീവരം കാണിക്കുന്നു, വല്യമ്മയും എല്ലാവരും നല്ല ടെൻഷനിലാണ്. കാരണം രത്നാകരൻ ഇപ്പം തന്നെ വരും. അന്നേരം പവിത്ര അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകിയല്ലോ. അതുകൊണ്ട് വല്യമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ, നിങ്ങൾ പരിഹാരം കണ്ടോ, എനിക്കിതിനൊന്നും കൂട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം എല്ലാവർക്കും ആകെ വിഷമം. അന്നേരം മഹേശ്വരൻ ചോദിക്കും, ഏട്ടത്തി ഇവിടെ നിന്നില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ചോദിക്കും. ഇവരിങ്ങനെ സംസാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് രത്നാകരൻ വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും കാര്യങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്, എൻ്റെ മകൾ ഇത്രയും കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിന് ഒരു നല്ല തുക നഷ്ടപരിഹാരം മേടിക്കണം എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയാണോ, എങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം മേടിച്ചുകൊണ്ട് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വലിയമ്മ മോഹിനി ഒന്ന് മിണ്ടാണ്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് തടയുന്നുണ്ട് മോഹിനിയെ. അത് കഴിഞ്ഞ് പവിത്രയെ വിളിക്കാൻ പറയും. അപ്പോൾ പറയുന്നുണ്ട്, പവിത്ര ഇവിടുന്ന് പോകുന്നല്ലോ രാവിലെ അങ്ങോട്ട് എന്ന് പറയും. അന്നേരം എങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, വിളിച്ചു നോക്കുക, ചിലപ്പോൾ വീട്ടിൽ കാണുമെന്ന് മോഹിനി പറയുന്നു. ഏതായാലും രത്നാകരൻ വിളിച്ചു നോക്കുമ്പം അവൾ ചെന്നിട്ടില്ലെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, അവൾ അങ്ങനെ വീട്ടിലോട്ട് ചെന്നിട്ടൊന്നുമില്ല, നിങ്ങൾ എൻ്റെ മോളെ കൊന്നു കുഴിച്ചു മുടിയോ എന്ന് വയ്ക്കും. അന്നേരം വലിയമ്മ പറയുന്നുണ്ട്, ഈശ്വര എനിക്കിതിങ്ങനെയൊന്നും കേൾക്കാൻ പറ്റില്ല, ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്തത് പറയരുത് എന്ന് പറയും. അന്നേരം രത്നാകരൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ പറയുന്നതിനാണോ കുറ്റം, ഇതൊന്നും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുവാണ്. അങ്ങനെ ആകെ ടെൻഷനിലിരിക്കുന്ന എല്ലാവരും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.